അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? ഞാൻ ചെറായിലാട്ടുള്ളൂ ഗായ്സ്. ചെറായി ബീച്ച് റിസോർട്ടിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് മൂന്നാറുമാണ്. മൂന്നാർ ബ്ലാക്ക്ബെറി ഹിൽസ് റിസോർട്ടിലോട്ടാണ് പോണത്. അപ്പോൾ നോക്കാം. നമ്മൾ മൂന്നാറിലൊക്കെ പോണ വഴിക്ക് നമ്മൾ ഇഷ്ടം പോലെ കാണിച്ചേക്കണെയാണ്. അപ്പോൾ ഇനി അത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ വ്യൂവേഴ്സ്. അപ്പോൾ നമ്മൾ ആ റിസോർട്ടിൻ്റെ കുറച്ച് കാഴ്ചകളായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. പോതമേടാട്ടോ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതും നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ ഓക്കെ, വി ആർ സ്റ്റാർട്ടിങ്. എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ, ബ്ലാക്ക്ബെറി മറ്റേ ഇവിടെ എന്നുള്ള ചെറായി ബീച്ച് റിസോർട്ടിൻ്റെ ടോയ്ലറ്റ്, ഡ്രൈവേഴ്സ് ടോയ്ലറ്റിൻ്റെയൊക്കെ അവസ്ഥ കേട്ടത് വളരെ മോശം. അപ്പോൾ ഗൈസ് കുളിച്ച് റെഡിയായി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ തൊട്ടടുത്തൊരു ചായക്കടയുണ്ട്. ചേച്ചിയും ചേച്ചിയും കൂടി നടത്തണം. അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തിരിച്ചു വരാം. ചാടിച്ചോ? ഇതാട്ടോ ചെറായി ബീച്ച് റിസോർട്ട്. ഇത് നമ്മൾ പോകുന്നത് മൂന്നാറിലെ ബ്ലാക്ക്ബെറി ഹിൽസ് എന്ന് പറഞ്ഞ പോതമേടുള്ള റിസോർട്ടിലോട്ടാണ്. അപ്പം ഞാൻ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് ഗസ്റ്റ്. രാവിലെ എഴുന്നേറ്റ് ഇന്നലെ ഉറക്കമൊക്കെ കുഴപ്പമില്ലായിരുന്നു. എന്നാലും രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഉഷാറാവാനുണ്ട്. ചായ കുടിച്ച് നോക്കാം. പിന്നെ എല്ലാ ദിവസം അങ്ങനെയാണ്. ഓക്കെ, അടിപൊളി അടിപൊളി. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഹോട്ടലിലോട്ട് പോകണം. അവർ 10 മണിയാകുമ്പോഴാണ് ഇറങ്ങുള്ളൂ. ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്, നല്ല നീർക്കെട്ടുണ്ട്. മൂന്നാറിലോട്ട് ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് എനിക്കറിയില്ല. പക്ഷേ മുന്നോട്ട് പോയല്ലേ പറ്റൂ. പനി വന്നിട്ട് ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഗുളിയുണ്ട് കഴിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാം ശരിയാകും. ചങ്കള അങ്ങനെ വില്ലാഞ്ചറ എത്തിയിട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തേക്കുവാണ്. അവർ വല്ലാത്ത ആൾക്കാരാണ്, ഒരു സ്ഥലത്തും നിർത്തൂല. അപ്പം ഞാൻ റാസ വെജിറ്റേറിയനിലൊക്കെ വന്നപ്പോൾ നിർത്താൻ പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കാൻ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കൂടെ പോയപ്പോൾ നമ്മൾ വില്ലാഞ്ചിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അവിടെ നിർത്തിയേക്കണെയാണ്. ഈ ട്രിപ്പിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ന്യൂ ഇയർ കഴിയാണ്ട്, പക്ഷേ ഏത് മൂഡ്, പൊളി മൂഡ് അത് വേണം. പക്ഷെ എന്ത് ചെയ്യാൻ, എല്ലാ സ്ഥലത്തും ബ്ലോക്കാട്ടോ. ആലുവയിൽ നിന്ന് പെരുമ്പാവൂർ കോതോലെത്താൻ എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ എടുത്ത്. നല്ല ബ്ലോക്ക്. വണ്ടികളുടെ കളി എന്ന് പറഞ്ഞാൽ വണ്ടി മാത്രമേ ഉള്ളൂ റോഡിൽ. എല്ലാം ടൂർ പോകുന്ന മൂന്നാർ പോകുന്നതാണ്. പക്ഷെ അവിടെ ഫുള്ള് ബ്ലോക്കാണ് ഗൈസ്. എല്ലാവർക്കും എൻജോയ്മെൻ്റ് ആവശ്യമാണ്. മാറ്റി മാറ്റി പിടിക്കുക. കുറച്ച് ആൾക്കാർ വാഗമൺ പോകും, കുറച്ച് പേര് മൂന്നാർ പോകും, വയനാട് പോകും, ഊട്ടി, കൊടൈക്കനാൽ അങ്ങനെ പിടിക്കുക. എല്ലാവരും കൂടി മൂന്നാർ വന്നാൽ ഊട് പാടാവും. പിന്നെ എന്ത് മൂഡ്, പൊള്ളി മൂഡ്, അവർക്ക് കുഴപ്പമില്ല, എവിടെയും കിടന്നാൽ മതി. ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല സീനാവും. ഫുള്ള് ബ്ലോക്കാണ്. എനിക്ക് ട്രിപ്പ് ന്യൂ ഇയർ കഴിയുന്നവരെ നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പുഷ്പ എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ലടാ, ഫയറടാ. ഞാൻ റാസയിൽ നിർത്താമെന്ന് വെച്ചാൽ അവിടെ നിർത്തിയില്ല. ഇവിടെ നിർത്തി ഇവിടുന്ന് ഫുഡ് കഴിച്ചു. എന്തായാലും ഇവിടെ നിന്നും ഭക്ഷണം ഫ്രീ ആയിരുന്നു നമുക്ക്. അപ്പോൾ കുഴപ്പമില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഒന്നും കൊടുക്കണ്ട. ആ 2 ഷോയും സിപ്പിലൈനി. ചങ്കാള രക്ഷയില്ലാത്ത വെയിലും ചൂടാട്ടാ മൂന്നാറിലൊക്കെ. രാത്രി കൊടും തണുപ്പ്. അപ്പൊ പകലൊക്കെ വന്നിട്ട് പകൽ വന്നാൽ നല്ല ചൂടായിട്ട് തോന്നും, നല്ല ഇറിറ്റേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഭയങ്കര ചൂടാണല്ലോ എന്നൊക്കെ പറയും. പക്ഷെ രാത്രി ആകുമ്പോൾ ഒരു 7 മണിക്ക് കഴിയുമ്പോൾ നല്ല തണുപ്പാവും കേട്ടോ. അപ്പൊ അങ്ങനെ വന്നവരങ്ങനെ കരുതി വന്നായി. നാളെ നമ്മളെ എറണാകുളത്ത് നിന്ന് കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടിമാലി മൂന്നാർ എത്തുന്നവരെ ഇങ്ങനെ കത്തിക്കുമായിരിക്കും.
മൂന്നാറിലും ഇതന്നെ അവസ്ഥ. പക്ഷെ പകല് ചൂടായിരിക്കും, AC ഇട്ടിരിക്കേണ്ട അവസ്ഥ ശരിയാ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ തണുപ്പായിക്കോളും. രാവിലെയൊക്കെ രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു, -ഒക്കെ ആവും. ഭയങ്കര ബോഡിക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നീർക്കെട്ടൊക്കെ പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് എടുക്കുക. പിന്നെ അടിപൊളിയാണ് ഗൈസ്, എല്ലാവരും വരും കേട്ടോ, അടിച്ചു പൊളിക്കണം. വന്നിട്ട് ഞാൻ ചുമ്മാ പറയണ നോക്കിയാട്ടോ, രക്ഷയില്ല. ഈ റോഡൊക്കെ ഉണ്ടല്ലോ, ഈ റോഡൊക്കെ കിടില റോഡാക്കണയാണ് കണ്ടാ. കയറി എല്ലാവരും വന്ന് അടിപൊളിയായിട്ട് പൊളിച്ചിട്ട് പോകെ മൂന്നാറില്. രക്ഷയില്ലാത്ത തിരക്കാട്ടോ മൂന്നാറില്. എല്ലാരും അടിച്ചു കയറി വാ മക്കളേ. മക്കോഫ 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 വെരി നൈസ്. പരിപാടിയൊന്നുമില്ല. ഇവിടെയുള്ള 2 ഷോപ്സാണ്. ഒന്ന് സാരി വില്ലേജ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഹാൻഡ്ലൂം സാരികളും വില കുറവുള്ള സാരികളൊക്കെ ഇടുന്ന ഷോപ്പാണ് കാണുന്നത്. ടൂറിസ്റ്റുകളെ നമ്മൾ കയറ്റാറുണ്ട്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ മക്കോഫ എന്ന് പറഞ്ഞ ചോക്ലേറ്റ് ഫാക്ടറി വിത്ത്. നമുക്ക് നല്ല അടിപൊളിയാണ്, ഭയങ്കര ഫേമസ് ആട്ടോ മക്കോഫ. എല്ലാവരും വന്നെ മൂന്നാർ വരുമ്പോൾ. ഒന്നും പറയണ്ട ഗൈസ്, രാവിലെ 10:30 കയറായിന്നെടുത്തതാണ്. അപ്പം ഞാൻ ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്ത സമയം 6:45. നല്ല ബ്ലോക്കായിരുന്നു എല്ലാ സ്ഥലത്തും. നമ്മുടെ അടിമാലിയൊക്കെ കഴിഞ്ഞ് 45 മിനിറ്റൊക്കെയാണ് ബ്ലോക്ക് കിടന്നു. ഗസ്റ്റ് പറയുന്നതിന് ഇത്രയും അവർക്ക് നമ്മൾ സ്ഥിരം വണ്ടിയായിട്ട് ഓടിക്കുന്നതുകൊണ്ട് നമുക്കറിയാം. ഇവർ ബ്ലോക്കൊക്കെ കാണുന്ന ആൾക്കാരായിട്ട് കൂടി തന്നെ എത്താത്ത ഇത്രയും സമയം എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഞാൻ ബ്ലാക്ക്ബെറി റിസോർട്ടിൽ മൂന്നാറിലെത്തി ഗൈസ്. പാർക്കിങ്ങിൽ വന്നു. നല്ല മനോഹരമായിട്ടുള്ള റിസോർട്ടാണ് ബ്ലാക്ക്ബെറി ഹിൽസ് എന്ന് പറയുന്നത്. താഴോട്ടാണ് ഇതിൻ്റെ റൂംസൊക്കെ. ഞാനപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് മുകളിലോട്ട് പോവാണ് ഗൈസ്. വളരെ ടയേർഡാണ്, അതുകൊണ്ട് വലിയ സംസാരമൊന്നും അല്ലെങ്കിൽ ഞാൻ വളരെ നോർമൽ സംസാരിക്കുന്ന വ്യക്തിയാണ്. അതൊരു വണ്ടി ഇറങ്ങി വരുന്നതാണ്, അടിപൊളിയാണ്. യൂട്യൂബേഴ്സ് അപ്പോൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഗൈസ്, നല്ല രസം. ഓക്കെ, ഇത് പോതമേനായിട്ട് സ്ഥിതി ചെയ്യണേ. തൊട്ടപ്പുറം എന്തുണ്ട്, ഫ്രാഗ്രൻ നേച്ചർ റിസോർട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് പോവാണ്. ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഗൈസ്. എന്നെ തണുപ്പാന്ന് പറയും ഇവിടെ മൂന്നാറിലെ ടോപ്പാണ്. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഒരു ബോർഡ് കാണിച്ചു തരാം. അമ്മ ഉമ്മാന്നൊക്കെ വന്നോട്ട് അറിയണ്ട. എൻ്റെ ഉമ്മ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇത് നമ്മൾ പോകുന്നത് പോതമേടാണ് കേട്ടോ. ഞാൻ ഇവിടെ സ്ഥിരം അറബ്സിനെ കൊണ്ടൊക്കെ ഒരുപാട് വന്ന് കിടന്നേക്കണ റിസോർട്ടേക്കാണ്. ഞാനൊക്കെ പാക്കേജ് മേഖല തുടങ്ങിയ സമയത്ത് ഒരുപാട് പ്രാവശ്യം വന്ന് സ്റ്റേ ചെയ്തിട്ട് ഇവിടെ റോഡ് സൈഡിൽ കിടന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നോക്കാം. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഫ്രാഗ്രൻ നേച്ചറിൻ്റെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നല്ല ഫുഡ് അവിടുത്തെ രക്ഷ. ഉണ്ടായില്ല. ഇതാണ് ഫ്രാഗ്രൻ നേച്ചർ റിസോർട്ട്. വാവ്. ഇതിൻ്റെ ഓണർ യൂറോപ്പിലാണ്. പുള്ളി ആ ഒരു സെറ്റപ്പിൽ എടുത്തേക്കുന്ന കേട്ടോ. ഇത് എൻ്റെ പേര് ഷാംറോക്ക്. നേരത്തെ ഇവിടെ രസമായിരുന്നു. റൂഫൊക്കെ ഉണ്ടാവും, പൊളിച്ചളഞ്ഞു. വേറെ വൈബാണ് ഇവിടുത്തെ സ്ഥലം. ഇത് ഷാംറോക്കിൻ്റെ റിസപ്ഷൻ. എന്തായാലും ഇവിടെ വരുമ്പോൾ ഞാൻ ചാടിക്കണ കണ്ടുണ്ട്. നോക്കാം. ഓക്കെ, ചാടിക്കാം. മനോഹരമായിട്ടുള്ള കെച്ചുകൾക്കെല്ലാം മുന്നിൽ. ഇവിടെ നോക്കുക ഗൈസ്, താഴെ ആനച്ചാല് കുഞ്ഞത്തണ്ണി ഏരിയ ആട്ടെ കാണുന്നത്. എന്ത് രസമാണ് നോക്കി. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടാസ്വദിക്കുവിൻ. മുകളിലൊരു വെള്ളക്കൊട്ടാരം പോലെ കാണാനാണ് വൈബ് റിസോർട്ടോ.
ഗ്ലാസ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമ്മളങ്ങനെ എവിടെ വന്നു? ബ്ലാക്ക് ഗസ്റ്റിൽ വന്നു. ഗസ്റ്റിന് ചെക്ക് ഇൻ ചെയ്തു. ഹോട്ടലിലാക്കി. ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുവാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഈ ഒരു മുറുക്കെടുത്തു ചായ മേടിച്ചു. നീ ചായ കുടിച്ചിട്ടാണ് പെട്ടെന്ന് കട അടച്ച് പോകാമെന്ന് പറഞ്ഞു. വേറെ ഏതാണ്ടൊക്കെ ഉണ്ട്. ഏതായാലും ചായ കുടിച്ചിട്ട് നമുക്ക് കേട്ടോ ചായ കുടിച്ചിട്ട് നമുക്ക് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവരും സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.